ഫസ്റ്റ് എക്സസൈസ് മുകളിലോട്ട് സ്ലോ ആയിട്ട് അത് എത്ര 16 കൗണ്ട് 8 16 കൗണ്ട്. പിന്നെ അടുത്തത് സൈഡിലേക്ക് ചെവി ഷോൾഡറിലേക്ക് കൊണ്ടുപോകും. ഷോൾഡർ പൊക്കി കൊടുക്കുകയല്ല, ചെവി താഴോട്ട്. അത് രണ്ട് സൈഡിലോട്ടായിട്ട് 16 കൗണ്ട്. ഇത് 16 കൗണ്ട്. പിന്നെ ഷോൾഡറിന്റെ മുകളിൽ കൂടി സൈഡിലേക്ക് നോക്കുക, മാക്സിമം സൈഡിലേക്ക് നോക്കുക. ഇതും 16 കൗണ്ട് വേണം. പിന്നെ ഫുൾ റൊട്ടേഷൻ, അതൊന്ന് റൈറ്റ് ചെയ്താൽ ഒന്ന് ലെഫ്റ്റ് ആയിരിക്കും, കറക്കം വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിന്റെ പ്രശ്നങ്ങൾ മാറും, എല്ലാം മാറും. പിന്നെ അടുത്ത് വരുന്നത് ഷോൾഡറിൽ ആണ് നമ്മുടെ ജോയിന്റ്. ഷോൾഡറിനുണ്ട് ഒത്തിരി പരിപാടികൾ. ഷോൾഡറിനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് ആദ്യമേ കൈ നീട്ടി പിടിച്ചിട്ട് കൈ വിരള് ഇത് രണ്ട് കൈയുടെ ഒരുപോലെ നീട്ടി പിടിച്ച് കൈ വിരള് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് നമ്മുടെ റിസ്റ്റ് ആണ്. അടുത്ത ജോയിന്റ് റിസ്റ്റ് താഴോട്ട് മുകളിലോട്ട്. ഇതും 16 കൗണ്ട്. പിന്നെ വരുന്നത് അടുത്ത ജോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ റിസ്റ്റിന് തന്നെ റൊട്ടേഷനും റൊട്ടേഷൻ. പിന്നെ അടുത്ത ജോയിന്റ് നമ്മുടെ എൽബോയാണ്. ഇവിടെ എൽബോ കൈ നീട്ടി പിടിക്കുക, ഇതും 16 രണ്ട് കൈ ചെയ്യണേ. രണ്ട് കൈ, ഞാനിപ്പോ ഒരു കൈ, രണ്ട് കൈയും കൂടെയാണ് ചെയ്യുന്നത്. ആ നൂരുന്ന കൈയിലോട്ട് നോക്കുകയും ചെയ്യും. നോക്കരുത്, നോക്കണം. ഇതുണ്ടോ, നൂരുന്ന കൈയിലോട്ട് നോക്കണം. ഇത് ചെയ്യുക. അപ്പൊ ഷോൾഡറിന്റെ അത്രയായിരിക്കും. പിന്നെ മുന്നോട്ട് നീട്ടുക, അത് കൈ മലന്ന് വരണം. പുറകോട്ട് വരുമ്പോൾ കൈ കമന്ന് വരും. ഇതും 16, എല്ലാം 16. പിന്നെ കൈ മുകളിലോട്ട് പൊക്കുകയും ഈ ടോയിൽ പൊങ്ങിപ്പോയി, കാലിന്റെ ടോയിലൊന്ന് രണ്ട് കൈ, അപ്പൊ അത് 16. പിന്നെ മാക്സിമം സൈഡിലേക്ക് അതും 16 കൗണ്ട്. പിന്നെ കൈ നീട്ടി പിടിച്ചിട്ട് ചെറിയ റൊട്ടേഷൻ, അത് ഫുൾ റൊട്ടേഷനിലേക്ക് വെക്കണ്ടേ, 16 കൗണ്ടാണ്. പിന്നെ അത് ബാക്കിലേക്ക് വെക്കണം. അപ്പോൾ ഷോൾഡറിനുള്ളതായി. പിന്നെ നമുക്ക് അടുത്ത വരുന്നത് ഹിപ്പാണ്. ഹിപ്പിലേക്ക് വരണമെങ്കിൽ ഒരു കാല് ഷോൾഡർ അകലത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് സൈഡിലേക്ക് തെറ്റി നേരെ സൈഡിലേക്ക് ഈ കൈ തലയ്ക്ക് മുകളിലോട്ട്, അതും 16 കൗണ്ട്. പിന്നെ വരുന്നത് നമ്മള് കുനിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ തൊടുക, സൈഡിൽ തൊടുക, ബാക്കിൽ തൊടുക. പിന്നെ ഹിപ്പിന്റെ റൊട്ടേഷൻ, അതെപ്പോഴും വീഡിയോ കാണാറുണ്ട്. വീഡിയോ കാണുന്ന ഹിപ്പ് റൊട്ടേഷൻ. അപ്പൊ നമ്മുടെ ജോയിന്റ് ഇപ്പൊ ഇത്ര ജോയിന്റ് ആയി. പിന്നെ അടുത്ത ജോയിന്റ് എന്ന് പറയുന്നത് മുട്ടാണ്. മുട്ടിന് ഇരിക്കുകയും എഴുന്നേക്കുകയും ചെയ്യും. പുള്ളി അന്നച്ചേട്ടന് ഇരിക്കാൻ പാടാന്ന് പറഞ്ഞു. അവിടെ ഇപ്പൊ പ്രായമായവർ വന്നവരെ ഇത്തറാക്കി ഇരിക്കുക, ഫുള്ള് ഇരിക്കണം. ഇരിക്കുമ്പോൾ നമ്മുടെ ഉപ്പൂറ്റി നിലത്ത് കുത്തി നമ്മൾ പഴയ കാലത്തൊക്കെ സക്കൂസൊക്കെ ഇരിക്കുന്നത് പോലെ ഫുള്ളായിട്ടിരിക്കണം. ഫുള്ളായിട്ടിരിക്കുക, എഴുന്നേൽക്കുക. 16 കൗണ്ട്. പിന്നെ മുട്ട് ശരീരത്തോട് ചേർത്ത് രണ്ടും മുട്ടും മാറി. പിന്നെ അതിന്റെ ബാക്കിൽ ആംഗിളിൽ പിടിച്ചിട്ട് അപ്പൊ മുട്ടുവരിയായി. പിന്നെ അടുത്ത ജോയിന്റ് എന്ന് പറയുന്നത് ആംഗിളാണ്. കാലിന്റെ കാല് പൊക്കി പിടിച്ചിട്ട് ഈ ആംഗിൾ റൊട്ടേഷൻ. രണ്ട് കാലിനും 16 കൗണ്ട്. അപ്പൊ ജോയിന്റ്സിനുള്ളത് മുഴുവനായി കിട്ടും. ഇതാണ് എയറോബിക്സിന്റെ ചെറിയ ഇതാണ്. എയറോബിക്സ് പിന്നെ സ്പീഡിൽ പാട്ടിന്റെ കൂട്ടത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ പ്രായമായവർക്ക് ചെയ്യാവുന്ന. ഇത്രയും ചെയ്തതിന് ശേഷം കുറച്ച് സ്ട്രെച്ചിങ് എക്സർസൈസുകളുണ്ട്. അത് നമുക്ക് മാറ്റം ഉണ്ടെങ്കിൽ അതോടെ ചെയ്തു കഴിഞ്ഞാൽ മതി. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരുമാതിരിയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ സ്ക്വാട്ട്, അതായത് നമ്മൾ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത് 10 പ്രാവശ്യം ചെയ്താൽ 1 കിലോമീറ്റർ നടക്കുന്നതിനേക്കാളും മെച്ചം. പിന്നെ ഈ ഒരു എക്സസൈസ് എനിക്ക് ഇതുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് നിന്നിട്ട് ഈ ടോയിൽ പൊങ്ങി കൊടുക്കുക. ഇത് ഈ മസിൽസിന് പവർ ഉണ്ടാക്കണം. കാരണം ഡയബറ്റിക് രോഗിക്ക് ഏറ്റവും പോകുന്നത് ഈ മസിലാണ്. സെക്കൻഡ് ഹാർട്ട് എന്നാണ് ആ മസിലിന് പറയുന്നത്. അപ്പം നമ്മുടെ ഹാർട്ടിലേക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിനെ ചെയ്യേണ്ടത് ഇങ്ങനെ എവിടെയെങ്കിലും പ്രതലത്തിൽ പിടിച്ചിട്ട് ഉള്ളോട്ട് ടോയിൽ പോകുക, ഹീലിൽ വരിക. ഈ എക്സസൈസ് ഡയബറ്റിക് രോഗികളെ ശ്രദ്ധിച്ചു, അവരുടെ ഈ മസിൽസ് കംപ്ലീറ്റ് പോയി. ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യമുണ്ട്. ഓക്കെ, സാറിൻ്റെ പേരും പറഞ്ഞു. എൻ്റെ പേര് KV ദേവസ്യ. ഞാൻ റിട്ടയേർഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ഗവൺമെൻറ് HS കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 2014 നാഷണൽ അവാർഡ് നേടിയ ആളാണ്. സ്വദേശം ഇപ്പോൾ താമസിക്കുന്നത് കരിമണ്ണൂർ പന്നൂരാണ്. 9447980276.
ഞങ്ങൾ സീനിയർ സിറ്റിസൺ അസോസിയേഷൻ്റെ എല്ലാ ദിവസവും 60 വയസ്സ് മുതൽ 86 വയസ്സ് വരെയുള്ളവർ ഞങ്ങൾ ഈ എക്സർസൈസും കാര്യങ്ങളും കരിമണ്ണൂർ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.